4 ദിവസം മുമ്പ് ഷഫീന ബേബി ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടായിരുന്നു. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചാലോ? നെപ്പോക്കിട്ട് കാണിക്കുന്ന പോക്കത്തരം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഷെഫീന ബീബിയുടെ വിമർശനം. ദയയുടെ പുതിയ ട്രാൻസിഷൻ റീലായിരുന്നു ഷെഫീന വിമർശനത്തിന് ആധാരമാക്കിയിരുന്നത്. ഒരു മകളെ ഉള്ളൂ എങ്കിൽ അവൾക്ക് മര്യാദ കൊടുത്ത് വളർത്തണമെന്നും ഷെഫീന മഞ്ജു പിള്ളയോട് ചോദിക്കുന്നുണ്ട്. റിയാക്ഷൻ വീഡിയോസ് എല്ലാവരും കാണാറുണ്ട് യൂട്യൂബിൽ. അതെല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം എല്ലാ റിയാക്ഷൻ വീഡിയോസും നല്ല ഫണ്ണി ആയിട്ടാണ് നമ്മൾ എല്ലാവരും എടുക്കാറ്. ഇത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എൻ്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്ക് അതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം, തുണി പറിച്ച് അങ്ങോട്ട് എറിയണാണ് സ്വാതന്ത്ര്യം എന്ന്. ഇതൊക്കെ നിങ്ങളെ ആരായി പഠിപ്പിക്കുന്നത്? ഫസ്റ്റ് നമുക്ക് ദയാ സുജിത്തിനെ പറ്റി പറയാം. ദയാ സുജിത്ത് എന്ന് പറയുന്നത് മഞ്ജു പിള്ള ആക്ട്രസ് ആൻഡ് സുജിത്ത് എന്ന് പറഞ്ഞൊരു സിനിമാറ്റോഗ്രാഫർ ഉണ്ട്. പുള്ളിയുടെ മോളാണ്. ആൻഡ് ഓൾസോ ഇദ്ദേഹം, അതായത് ദയാ സുജിത്ത് എന്ന വ്യക്തി ഇറ്റാലിയൻ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിപ്ലോമ കഴിഞ്ഞതാണ്. അതായത് പോളിമോഡ എന്നാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്. ഞാനത് ഗൂഗിൾ ചെയ്തപ്പോൾ ഏകദേശം വേൾഡിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കൂടാതെ യൂട്യൂബറാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. യൂട്യൂബിൽ ഏകദേശം 1,39,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആൻഡ് 2,91,000 ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അടുത്തതായി ഷഫീന ബീവിനെ പറ്റി പരിചയപ്പെടാം. ഷഫീന ബീവി എന്ന് പറയുന്നത് ഒരു ഫെമിനിസ്റ്റാണ്, ആക്ടിവിസ്റ്റാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ബ്ലോഗറാണ്. ആൻഡ് ഇദ്ദേഹത്തിന് ഏകദേശം 2,89,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബിൽ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ മെയിൻ യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോൾ എല്ലാം റിയാക്ഷൻ വീഡിയോസാണ്. റിയാക്ഷൻ ഇൻ ദ സെൻസ് ഓരോരുത്തരുടെയും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് സംസാരിക്കും, അതിനെപ്പറ്റി റിയാക്ട് ചെയ്യും. മീൻസ് അവർ സംസാരിക്കുന്ന രീതി തന്നെ ഡിഫറെൻ്റ് ആണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഹീറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെപ്പറ്റി. അതായത് ഷഫീന ബേബി ഒരു വീഡിയോ ഇട്ടു ദയാ സുജിത്തിനെ പറ്റി. വേറൊന്നുമല്ല, ദയാ സുജിത്ത് ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലിട്ടു. ആൻഡ് ആ ഫോട്ടോ, അവരുടെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നല്ല ഫാഷനബിൾ ഫോട്ടോയാണ്. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ തുണി കൊടുക്കാത്ത ഫോട്ടോ എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് പറഞ്ഞു. ആൻഡ് അവർ പറയുന്ന സ്റ്റൈൽ, റിയാക്ഷൻ നമുക്ക് ആർക്കെങ്കിലും ചെയ്യാം, കാരണം ഇതിനു മുമ്പും പലരും ഇതേപോലെ ചെയ്തിട്ട് പലരും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവർ പറഞ്ഞ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പൊതുസ്ഥലത്ത് വന്ന് നിൽക്കൂ ഇങ്ങനെ, എനിക്കത് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ആ വീഡിയോ ഉണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാകും. പക്ഷെ പൊതുസ്ഥലത്ത് വന്ന് നിൽക്കൂ, ആ കുട്ടി ഇങ്ങനെയാണ്, അത് കാണിക്കാൻ വേണ്ടി നടക്കുകയാണ്, പിന്നെ അവരുടെ പാരൻസിനെ കുറ്റം പറയുന്നു, അങ്ങനത്തെ കൈൻഡ് ഓഫ് റിയാക്ഷനാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ഇവരൊരു പ്രൊഫഷണലാണ്. കാരണം ഈ വീഡിയോക്ക് ഏകദേശം 2,61,000 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് എല്ലാ യൂട്യൂബേഴ്സും ഈ വീഡിയോസിനെതിരെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഡേ ബൈ ഡേ ഈ വീഡിയോസിൻ്റെ വ്യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവർ അത് മാർക്കറ്റ് ചെയ്ത് അവർ ഏർണിങ്സ് നടത്തുന്നുണ്ട്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഈ വീഡിയോ യൂട്യൂബിലാണ് കിടക്കുന്നത്. യൂട്യൂബിൽ ആരൊക്കെ കാണുന്നുണ്ടെന്ന് നമുക്കറിയാലോ. ചെറിയ കുട്ടികൾ തൊട്ട് എല്ലാവരും ഉണ്ട്. സോ ഇവർ യൂസ് ചെയ്ത ലാംഗ്വേജ് അബ്യൂസീവ് ആൻഡ് സെക്ഷൽ കോണ്ടൻസ് ഉള്ള ലാംഗ്വേജ്, അതാണ് ഇവിടെ പ്രോബ്ലം. വേറൊരു പ്രോബ്ലം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒബ്സർവ് ചെയ്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു വീഡിയോയിൽ ഏകദേശം 6,700 ലൈക്സ് കിട്ടിയിട്ടുണ്ട് ആൻഡ് 2,900 കമൻസും വന്നിട്ടുണ്ട്. ഇനി 2,900 കമൻസ് എല്ലാം എനിക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ പറയുന്നുണ്ട്, താത്തക്ക് വേറെ പണിയില്ലേ, സ്വന്തം കാര്യം നോക്കിയാൽ പോരെ, അങ്ങനത്തെ കൈൻഡ് ഓഫ് വരുന്നുണ്ട്. പിന്നെ കേസ് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവർക്കെതിരായിട്ട്. ബട്ട് ചില കമൻസ് ഇവരെ സപ്പോർട്ടീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ടീവ് കമൻസ് ഞാൻ നോക്കിയപ്പോൾ അത് കൂടുതലാണ്. അതായത് സ്ത്രീകളിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ അവരെ ഉപദ്രവിക്കാൻ തോന്നുകയുള്ളൂ, അതുകൊണ്ട് സ്ത്രീകൾ മര്യാദയ്ക്ക് നടക്കണം, അങ്ങനത്തെ തരം കമൻസ് ഞാൻ കണ്ടു. ആൻഡ് ആ കമൻസ് ഇട്ടവരെ ഞാൻ നോക്കിയപ്പോൾ മിക്കതും ഫേക്ക് പ്രൊഫൈലാണ്. സോ ഫേക്ക് പ്രൊഫൈലാണെങ്കിലും ഇത് ഇടുന്നത് ഹ്യൂമൻസ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ചിന്താഗതി ഉള്ളവരല്ലേ അത് ഇടുന്നത്. ആൻഡ് അങ്ങനത്തെ ചിന്താഗതി തെറ്റാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടല്ലേ അവർ ഫേക്ക് പ്രൊഫൈലിൽ നിന്നും കമൻറ്റ് ഇടുന്നത്. സോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എനിക്ക് ഈ ഷഫീന ബീവിനോട് പറയാനുള്ളത്, ഇത് 2026 ആണ്. ഓക്കെ, ഇവിടെ ആര് എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് അത് അവരുടെ അവകാശമാണ്. കാരണം നമുക്കൊരു നിയമവ്യവസ്ഥിതികളുണ്ട്. ഓക്കെ, അതിൽ വയലേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. ഓക്കെ, അത് ന്യൂഡിറ്റി ഒന്നുമല്ലല്ലോ കാണിച്ചതാ കൊച്ച്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളത് മര്യാദയ്ക്ക് സംസാരിക്കാം. എക്സ്പ്രസ് ചെയ്യാനുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അല്ലാതെ ഈ ഒരു തരത്തിലുള്ള ഇത് നിങ്ങളുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് തോന്നിപ്പോയി. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമാണോ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ നിങ്ങളുടെ പ്രോബ്ലം. കാരണം അത്രയ്ക്കും ബ്രൂട്ടലും ഇങ്ങനെയൊന്നും ഒരു കൊച്ചിനെ പറ്റി പറയാൻ പാടില്ല. മനസ്സിലായോ? ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ, ഇത് കേൾക്കുമ്പോൾ അവരുടെ പാരൻസ് എങ്ങനെ ചിന്തിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഈ വീഡിയോന് ഫോളോ അപ്പ് ആയിട്ട് പല വീഡിയോസും ഇറങ്ങിയിട്ടുണ്ട്. മഞ്ജു അല്ലെങ്കിൽ അവരുടെ പാരൻസ് തിരിച്ചു വിളിച്ചു അങ്ങനെയൊക്കെ. ഞാൻ അതിലൊന്നും വാച്ച് ചെയ്തിട്ടില്ല ആ വീഡിയോസ്. കാരണം നിങ്ങൾ ഈ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മടുത്ത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചത്. ഞാൻ നിങ്ങളുടെ വീഡിയോനെ പറ്റി പറഞ്ഞല്ല, പക്ഷേ റിയാക്ഷൻ വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും
നല്ല രീതിയിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഫണ്ണി ആയിട്ട് എടുക്കുക. ക്രിട്ടിസൈസം പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. ഓക്കെ, ക്രിട്ടിസിസം എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അതായത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്ക് തിരുത്താനുള്ള ഒരു സമയമാണ് നമ്മൾ കൊടുക്കുന്നത്, അവസരമാണ് കൊടുക്കുന്നത്. ബട്ട് ഇത് എന്ന് പറയുന്നത് നമുക്ക് വേറെ വാക്കുകളില്ല. കാരണം അവർ യൂസ് ചെയ്ത വാക്കുകൾ എനിക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ റിയാക്ഷൻ വീഡിയോസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ ഷഫീന ബീവി പുള്ളിക്കാരി റിയാക്ഷൻ ഇട്ടു, 4 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ എൻറ്റയർ സോഷ്യൽ മീഡിയ ഇവർക്കെതിരെയാണ് നിൽക്കുന്നത്. ആ കൊച്ചു അങ്ങനെ ചെയ്താൽ എന്താ നിങ്ങൾക്ക് പ്രോബ്ലം? അങ്ങനെ. സോ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഇട്ടു, നിങ്ങളതിൽ റവന്യൂ ഉണ്ടാക്കുന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഇത് നിങ്ങൾക്ക് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ ഒരാൾക്ക് ഇങ്ങനെ വരുമ്പോൾ അവർക്കത് തെറ്റ് തിരുത്താം. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളുടെ കോണ്ടന്റ്സ് എല്ലാം നോക്കുമ്പോൾ ഇങ്ങനത്തെ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കാരണം കോൺട്രവേഴ്സി ഉണ്ടാക്കിയാലേ വ്യൂസ് കൂടുള്ളൂ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ എനിക്ക് വ്യൂവേഴ്സായി നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കോണ്ടന്റ്സ് ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലാത്തവർ പോലും സംസാരിക്കുന്നവരാണെങ്കിലും നല്ല രീതിയിൽ ആർക്കും ദോഷം വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാം. നിങ്ങളുടെ ഫീലിങ്സോ നിങ്ങളുടെ റിയാക്ഷൻസോ ഒക്കെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വ്യൂസ് എല്ലാവരും ചെയ്യുന്നുണ്ട്, ബട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.